ഇന്ന് വരെ ലോകം നിലനിൽക്കാനായി ഒരൊറ്റ കാരണമേ ഉള്ളൂ: പാപത്തിൽ നിന്നും നന്മയിലേക്ക് തിരിച്ചെത്തുന്ന മനുഷ്യൻ. ഈ തനത് സന്ദേശവുമായി ഞങ്ങൾ അവതരിപ്പിക്കുന്നു ജീവന്റെ വഴി. നീ വന്നോ? നിനക്ക് സ്റ്റേറ്റിലൊക്കെ സെലക്ഷൻ കിട്ടിയില്ലേ? അതെ. എല്ലാവർക്കും നിന്നെ വലിയ കാര്യ. പെൺകുട്ടികൾ നിന്നോട് മിണ്ടാൻ കാത്തു നിൽക്കുക. ടീച്ചർമാർക്ക് നിന്റെ മോനെ പോലെയാ. ഇവിടെ മനുഷ്യന് ഒരു പട്ടിക്ക് പോലും വേണ്ട. എങ്ങനെയാടാ? അങ്ങനെയൊന്നും പറയലടാ. എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹമല്ലേ. ദൈവം നിന്റെ കൂടെ ഉണ്ട്, പേടിക്കണ്ട. നടക്കങ്ങനെയൊക്കെ പറയാം. അയ്യോ, സീനിയേഴ്സ് വരുന്നു, നീ ബട്ടൺസ് ഇട്. ഇവരെ കൊണ്ട് എന്താടാ നീ ഇവിടെ വലിയ സംഭവമാണെന്ന് കേട്ടു. ചേട്ടാ, ഇവൻ നന്നായി വരയ്ക്കും, പിന്നെ പഠിക്കും. ചോദിച്ചോ? ഓ, അവൻ വരയ്ക്കോ? ഞങ്ങളൊക്കെ തലയെ കുത്തി നിൽക്കണോ? നീ ഇങ്ങനെ പോയാ മതി കേട്ടോടാ. കുറച്ച് നാളായില്ലടാ അവനങ്ങനെ നടക്കുന്നു. അവൻ ഇനി വളർത്തരുത്. പണി എന്താടാ? നീ വാ. നിനക്കെന്താ പറ്റിയേ? പഠിക്കുന്നില്ലേ? ഇല്ല. എന്താ പറ്റിയേ? ഒന്നുമില്ല. നിന്നെ പറ്റി ഒരു കംപ്ലൈന്റ് കിട്ടിയല്ലോടാ. ഞാൻ അറിഞ്ഞതെല്ലാം സത്യമാണോ? എന്ത് പറ്റി മാഡം? താൻ എന്താ പ്രശ്നം? ടീച്ചറുടെ ക്ലാസ്സിലല്ലേ ഇവൻ എന്താ ചെയ്തേന്ന്? എന്താ ജോ, നീ ഇവിടെ വന്ന് ലഹരി വിൽപ്പന ചെയ്യുന്നുണ്ടെന്നും കൂടാതെ കുട്ടികളോടൊക്കെ അപമര്യാദ കാണിക്കുന്നെന്നും. മാഡം, ഞാൻ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല മാഡം. ഇത് ചെയ്തിട്ടില്ലടാ. അവൻ അങ്ങനെ ഒരു കുട്ടിയാണെന്ന് തോന്നുന്നില്ല. നമ്മുടെ സ്കൂളിന് തന്നെ അഭിമാനമാണവൻ എന്ന് മാം തന്നെ പറഞ്ഞിരുന്നില്ലേ? അത് അങ്ങനെ ആയിരുന്നു. എന്നാൽ മോനെ, നിന്നെപ്പറ്റി ഞാൻ ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ചിരുന്നത്. ഇതാരാ പറഞ്ഞേ? തെളിവുകളൊന്നുമില്ലല്ലോ. തെളിവുണ്ടല്ലോ മേഡം. ഇവിടെ ഇപ്പം നടക്കുന്ന ഒരുത്തനുണ്ടല്ലോ, അവനോട് ചോദിച്ചാൽ പോരെ? അതെ, അവനോട് ചോദിച്ചു നോക്ക്. നീ എന്നോട് വന്നേടാ. പറ മോനെ, ജോൺ അങ്ങനെ എന്തെങ്കിലും? അതെ, ഞാൻ കണ്ടിരുന്നു അവൻ ലഹരി വിൽക്കാൻ ശ്രമിക്കുന്നത്. എനിക്കും തരാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ എന്ത് കൂടെ ഞാൻ ചതിക്കുന്നോ? മതി, എല്ലാം മതി. മാഡമിന് ഇനിയും വിശ്വാസമായില്ലേ? എങ്കിലും അവന്റെ ബാഗ് പരിശോധിച്ച് നോക്ക്. ഇത് നിന്റെ അവസാന അവസരമാണ്. ഇതിലും എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. ഞാൻ അങ്ങനെ ഒരു വ്യക്തിയല്ല. ഇതെന്താ എന്താ ജോൺ ഇതെല്ലാം? ഇനി അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു. യു ആർ ഡിസ്മിസ്ഡ്. അപ്പോഴോട് ഞാനിനി എന്ത് പറയും? ഞാൻ എന്ത് ചെയ്യും? ഞാനെല്ലാം അറിഞ്ഞു. അത് ഞാനായിരുന്നില്ല. ഞാൻ അങ്ങനെ ചെയ്യൂ? ചെയ്യില്ല എന്ന് തന്നെ ഞാൻ വിചാരിച്ചു. എന്ന് വെച്ചാ ഞാൻ ചെയ്തോ? പിന്നെ ആ പാക്കറ്റോ? നിർത്തിക്കോ. അമ്മയില്ലാത്ത കുട്ടിയെന്ന് പറഞ്ഞ് ലാളിച്ച് വളർത്തി. തെറ്റായിപ്പോയി. നാളെ ബന്ധുക്കളും നാട്ടുകാരും എന്താ പറയുക? മോനെ വളർത്തി വഷളാക്കിയെന്നല്ലേ? അങ്ങനെയൊന്നും അല്ല അപ്പ. അത് എന്താണെന്ന് വെച്ചാൽ നീ ആയിക്കോ. ഇനി നിന്റെ ജീവിതത്തിലേക്ക് ഞാനില്ല. അപ്പ ഒന്ന് കേൾക്ക്. അപ്പ ഞാൻ എന്ത് തെറ്റ് ചെയ്തു? എന്താ എനിക്ക് മാത്രം ഇങ്ങനെ? എനിക്കിന് ദൈവമില്ല, സ്നേഹിതരുമില്ല, കുടുംബമില്ല. ഒരു പുതിയ ജീവിതം എനിക്ക് വേണം. സന്തോഷമുള്ള ജീവിതം.
ചേട്ടാ, എനിക്കെന്തെങ്കിലും ജോലിയോ ഭക്ഷണമോ വല്ലതും ലഭിക്കാൻ സാധ്യതയുണ്ടോ? നീ ഏതടാ മോനെ? ഞാൻ കുറച്ച് ദൂരം നിന്നാ, പണമൊന്നുമില്ല. നീ എൻ്റെ അടുത്ത് വന്ന് നന്നായി. നീ ഈ സാധനം കണ്ടോ? ഇത് ലഹരിയല്ലേ? ഇത് ലഹരിയും കുഴപ്പമൊന്നുമല്ല, ഗോൾഡ്. നീ ഇതൊന്നും മണത്തടാ, വിശപ്പും പോവും, ദാഹം പോവും. എനിക്കിത് നല്ലത് മാത്രം ചെയ്ത് നിനക്ക് എന്ത് കിട്ടി? ദൈവമില്ലാത്തൊരു സ്വർഗം നിനക്ക് വേണ്ടേ? അതാ അവിടെ ഒരു പൂമ്പാറ്റ. ഇതൊക്കെ എങ്ങനെയാ പറയുന്നത്? ഇതാണല്ലേ സ്വർഗം. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. മച്ചാ, ഒരു ഡോസിലാണ്. ഇന്നലെ എനിക്ക് ഒന്നും ആയില്ല. ആരാടാ എന്റെ മച്ചാൻ? കുറെ കാലായുള്ള കയ്യിൽ കാശില്ലാതെ ഊസില് വലിക്കാൻ തുടങ്ങിയിട്ട്. ഇനി പണം തന്ന സാർ അല്ലേ? പോടാ. എടാ ഒന്ന് താ, ഞാൻ എല്ലാം നിനക്ക് തരാം. ഇപ്പൊ എന്റെ ഒരു ബാഗ് പോലും ഇല്ല അറിയാ. നിനക്ക് എന്താ എത്ര പെട്ടെന്ന് പറ്റിയോ? ഇപ്പൊ ഞാൻ മനസ്സിലാക്കും, ഞാൻ പാപിയാണ്. ആരൊക്കെ പാപം ചിന്തിക്കാനോ പോയിട്ട് തെറ്റുകളാണ് ഞാൻ ചെയ്തു. എല്ലാം എന്റെ തെറ്റ്. നീ ഇല്ലാതെ എനിക്ക് ആരുമില്ല, ആരും. പ്രായശ്ചിത്തം ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം, എന്നും. എന്നാലും നേർവഴിയിലെത്തിക്കണം. ദൈവത്തെ വിളിക്കണം. ഞാനുണ്ടല്ലോ നിനക്ക് പക്ഷെ നീ തന്ന സന്തോഷം കപടമായിരുന്നു. ഞാൻ എന്റെ ദൈവമായ കർത്താവിന്റെ ദൂതൻ. എന്റെ വേദന ദൈവം അറിഞ്ഞു. നീ പാപിയാണ്, എന്നാൽ പശ്ചാത്തപിക്കപ്പെട്ടത് സാത്താന്റെ പ്രലോഭനങ്ങളിൽ നിന്നും. എന്നാൽ പിതാവായ ദൈവം നീ വേദന അനുഭവിച്ചപ്പോൾ എത്രയോ മടങ്ങായി വേദന അനുഭവിച്ചു. പിതാവായ ദൈവം എന്നോട് ക്ഷമിച്ചോ? പക്ഷേ എനിക്കൊന്നും ആരുമില്ല. നിന്റെ പിതാവ് നിന്നെ കാത്തിരിക്കുന്നു. നിന്റെ സുഹൃത്ത് പശ്ചാത്തപിക്കുന്നു. സത്യം തെളിഞ്ഞു. പിതാവായ ദൈവത്തിന് ഏവർക്കും മേലെയാണ് പശ്ചാത്തപിക്കുന്ന പാപം. ഞാൻ എന്താ ചെയ്യണ്ടേ? തിരിച്ചു മടങ്ങുന്നു നിന്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക്. നിന്റെ ഭവനത്തിലേക്ക് ദൈവം നിന്നോട് കൂടെ. കർത്താവേ, എനിക്ക് സ്തുതി. അപ്പാ, മോനെ, നീ വന്നു. എവിടെയായിരുന്നടാ നീ? അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു വെച്ച് ഇന്നെനിക്ക് എല്ലാം മനസ്സിലായി. അപ്പാ, ഞാൻ പക്ഷേ വേണ്ട, നീ എന്ത് ചെയ്തിരുന്നെന്നോ എവിടെയായിരുന്നെന്നോ ഒന്നും പറയണ്ട. എന്തൊക്കെയായാലും ഞാൻ നിന്റെ അപ്പനല്ലേടാ. അത് തിന്മ ശക്തിയുടെ മൂർത്തിമത് ഭാവമായി നിൽക്കുമ്പോഴും ജീവിതത്തിലേക്ക് തിരിച്ചു വിളിക്കുന്നവർ നമുക്ക് ചുറ്റുമുണ്ട്. നമുക്ക് ചുറ്റുമുള്ള തണൽ മരങ്ങൾ, ജീവന്റെ വഴി കാണിച്ചു തരുന്നവർ. ഞങ്ങളുടെ ആത്മീയ ആചാര്യന്മാർക്ക്, മാതാപിതാക്കൾക്ക്, അധ്യാപകർക്ക് ഹൃദയപൂർവ്വം നന്ദി.